ആഴക്കുറവാണ്, ആരും പേടിക്കണ്ട. ഇതാണ് കണ്ടൽക്കാട്. നനയുമെന്ന് പേടിയുള്ളവർ മുട്ടിന് താഴെ വെള്ളം മാത്രമേ ഉള്ളൂ. കണ്ടൽക്കാടുകൾ മുട്ടറ്റം വെള്ളത്തിൽ നമുക്ക് നീന്തി നടക്കാനായിട്ട് സാധിക്കും. അതെ അതെ, ബാബാ ആ ഇതിലൂടെ മേളിലും കയറാം. മേളിൽ കയറാണ്ടവർക്കൊക്കെ മേളിൽ കയറാം. ഓക്കെ, ആ എല്ലാരും വരിക. ബെൽഫോ ഗ്രൂപ്പിന്റെ ബോട്ട് സർവീസിലേക്ക് ധാരണമായി സ്വാഗതം. എന്റെ പേര് പ്രമോദനാണ്. ഓടിക്കുന്ന ആള് ശ്രാങ്ക് എന്ന് വിളിക്കും. എനിക്ക് ഹെൽപ്പായിട്ടുള്ള അനന്തുവാണ്. അനന്തുവിനെ ലസ്കർ എന്ന് വിളിക്കും. മൺട്രോത്തുരത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് 13 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് മൺട്രോത്തുരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ 12,000 ജനസംഖ്യ ഉണ്ടായിരുന്ന മൺട്രോത്തുരത്തിൽ ഇന്ന് 10-ൽ താഴെ മാത്രമാണ് ജനസംഖ്യ. മൺട്രോത്തുരത്തിന്റെ ഈ പടിഞ്ഞാറെ കുറെ ഭാഗങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം, വേലിയേറ്റം മൂലം, അത് മണ്ണരിപ്പം വേണ്ടതായി ഈ ഇതൊക്കെ നേരെ പുരേണമായിരുന്നു. അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട്. അതുകൊണ്ട് കുറെ പേരൊക്കെ ഇവിടുന്ന് ഒഴുകി പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ 10-ൽ താഴെ മാത്രമാണ് മൺട്രോത്തുരത്തിലെ ജനസംഖ്യ. ഇവിടെ താണ്ട അഷ്ടമുടി കായലിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. 2 മണിക്കൂർ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് അരിനല്ലൂർ ഒരു തുരുത്തുണ്ട്. അഷ്ടമുടിക്കായലും കല്ലടയാറും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഏകദേശം 2 മണിക്കൂറാവും ഈ യാത്ര. സാമ്പ്രാണിക്കുടിയിൽ നമ്മൾ നീന്തി വരുമ്പോൾ ഇവിടെയും കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാങ്ങായുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, കപ്പലണ്ടിയുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വയ്ക്കുന്ന നമ്മുടെ കച്ചവടക്കാരുണ്ട്. എല്ലാവരും നീന്തി നടക്കുന്നു, ഫോട്ടോ എടുക്കുന്നു എന്ന് വേണ്ട അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് നീന്തി നടക്കാനായിട്ടുള്ളത്. അപ്പോൾ കപ്പലണ്ടി കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. 3-4 കൂട്ടരുണ്ട്. ഇതാണ് സാമ്പ്രാണിക്കോടിയിൽ നമുക്കിന്ന് കാണാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അങ്ങ് ദൂരെ കാണുന്നത് കൊല്ലം തിരുവനന്തപുരം ബൈപ്പാസ് റോഡിലുള്ള ഒരു പാലമാണ്.
ഇവിടെ നിന്നാണ് സാമ്പ്രാണിക്കോടിയിലേക്കുള്ള ചെറിയ ബോട്ടുകൾ പുറപ്പെടുന്നത്. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വൈകുന്നേരം 4:30 മണി വരെ ടിക്കറ്റ് ലഭിക്കും. ഇവിടെ നിന്നും ചെറിയ ബോട്ടുകളിൽ കയറി ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സാമ്പ്രാണിക്കോടിയിലേക്ക് നമ്മളെ ഇറക്കും. ആ ഇറക്കുന്ന ബോട്ട് ഉടൻ തന്നെ തിരിച്ചു പോരും. മറ്റൊരു ബോട്ടിൽ നമുക്ക് തിരിച്ച് പോരുവാനായിട്ട് സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കൊല്ലം ജില്ലയുടെ സമീപ ജില്ലകളിൽ നിന്നുള്ളവർക്ക് ഒരു ഏകദിന യാത്രയ്ക്ക് പറ്റിയ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് സാമ്പ്രാണിക്കോടി, തങ്കശ്ശേരി ബീച്ച് അല്ലെങ്കിൽ അഴീക്കൽ ബീച്ച്. ഇത്രയും സ്ഥലങ്ങൾ